ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഫുട്ബോൾ മത്സരങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൃത്യം 90 മിനിറ്റ് സമയം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ 160 വർഷം പഴക്കമുള്ള ഒരു രസകരമായ ചരിത്രമുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇംഗ്ലണ്ടിൽ ഫുട്ബോൾ രൂപപ്പെട്ടു വന്ന കാലത്ത് കളിക്ക് കൃത്യമായ സമയപരിധി ഉണ്ടായിരുന്നില്ല. ഓരോ ക്ലബും അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് സമയം നിശ്ചയിച്ചിരുന്നത്. ചില മത്സരങ്ങളാണെങ്കിൽ മണിക്കൂറുകളോളം നീണ്ടുപോയിരുന്നു. എന്നാൽ 1866 ഇംഗ്ലണ്ടിലെ പ്രമുഖ ടീമുകളായ ലണ്ടനും ഷെഫീൽഡും തമ്മിൽ ഒരു മത്സരം നടന്നു. കളിയുടെ സമയത്തെ ചൊല്ലി ഇരു ടീമുകളും തർക്കമായി. ഒടുവിലുണ്ടായ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായി 45 മിനിറ്റ് വീതമുള്ള 2 പകുതികൾ കളിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ആകെ സമയം 90 മിനിറ്റായി മാറിയത്. സാധാരണ ലീഗ് മത്സരങ്ങൾ 90 മിനിറ്റിൽ സമനിലയിലായാൽ അവിടെ അവസാനിക്കും. എന്നാൽ വേൾഡ് കപ്പ് പോലുള്ള നോക്കൌട്ട് ടൂർണമെന്റുകളിൽ ഏതെങ്കിലും ഒരു ടീം വിജയിച്ചേ തീരൂ. അതിനായി നൽകുന്ന 15 മിനിറ്റ് വീതമുള്ള 2 പകുതികളാണ് എക്സ്ട്രാ ടൈം. അങ്ങനെയാണ് കളിയുടെ ആകെ സമയം 120 മിനിറ്റായി നീളുന്നത്. ഈ 120 മിനിറ്റിലും സമനില തുടർന്നാൽ മാത്രമാണ് കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുന്നത്. ഈ രീതി വിജയകരമായതോടെ ഫിഫ ഇത് ഔദ്യോഗിക നിയമമാക്കി.